കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയിലെ പ്രത്യേക ബെഞ്ചാണ് 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. 1971 മുൻപുള്ള കൈവശ ഭൂമിക്ക് മാത്രമേ പട്ടയം നൽകാനാകൂ എന്നിരിക്കെ ചട്ടത്തിൽ ഭേദഗതി വരുത്തി അനധികൃത പട്ടയം നൽകിയെന്നാണ് കണ്ടെത്തൽ. വൺ എർത്ത് വൺ ലൈഫ് എന്ന പരിസ്ഥിതി സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നൽകിയിട്ടില്ലെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ജില്ലയിലെ വസ്തുതകളെ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടെടുത്ത് ഇപ്പോൾ പട്ടയ വിതരണം സമ്പൂർണ്ണമായി നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത് വരുത്തിവെച്ച ഒരു വിധിയാണ്. ഇത് സർക്കാരിന്റെ മുമ്പേ പരാജയമാണ്. ഭൂനിയമ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നാൽ പ്രശ്നങ്ങൾ തീരുമെന്നാണ് CPM നിലപാട്. ജനകീയ പ്രതിഷേധമുയർത്തി ഗവർണറുടെ നിലപാടുകളെ തിരുത്താനാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. ഭൂവിനിയോഗ നിയമം പാസ്സാക്കപ്പെടാതെ കൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. അതിൻ്റെ എല്ലാവിധമായ നിയമവശം പഠിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് സർക്കാർ നിക്ഷിപ്തമായ നിയമം പാസ്സാക്കാൻ വേണ്ടി നിലപാടെടുക്കും. പക്ഷേ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊരു ദുരന്തമായി ഗവർണർ മാറിയിരിക്കുകയാണ്. അതല്ല എങ്കിൽ രാജ്ഭവൻ്റെ മുമ്പിൽ സ്ഥിരമായിട്ടുള്ള നിരന്തര സമരം. പ്രശ്നം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകില്ല. അതിനുള്ളതിന് ഞങ്ങൾ പിന്നോട്ടില്ല. അത് സമരം ശക്തമായിട്ടെടുക്കും. അതിന് പരിഹാരം കാണുമെന്നാണ് നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജില്ലയിലെ പട്ടയ വിതരണത്തിൽ പിഴവുകളുണ്ടെങ്കിൽ നിയമപരമായി തിരുത്താമെന്നിരിക്കെ നടപടികൾ നിർത്തിവെക്കണമെന്ന് പറയുന്നത് ജനദ്രോഹ നിലപാടാണെന്നും തടസ്സങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും CPI നേതൃത്വം വ്യക്തമാക്കി. ആ ചട്ടമനുസരിച്ച് കൊടുത്ത പട്ടയത്തിൽ ഏതെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താനുള്ള സൗകര്യങ്ങൾ നമുക്ക് നിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിനു പകരം പട്ടയ നടപടികളെ നിർത്തിവെക്കണം എന്നാവശ്യം ഉന്നയിച്ചത് അമിക്കസ് ക്യൂറി ആണെങ്കിലും ഏത് പരിസ്ഥിതി സംഘടനകളാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ നമ്പർ 1 ശത്രുവിൻ്റെ ഭാഗത്താണ് അവരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സങ്കീർണമായ ഭൂപ്രശ്നങ്ങളുള്ള ജില്ലയിൽ പട്ടയ നടപടികളടക്കം പ്രതിസന്ധിയിലാകുന്നതോടെ ജനകീയ പ്രതിഷേധം വീണ്ടും ശക്തമാകുമെന്ന് ഉറപ്പാണ്. അതേസമയം 1993 ചട്ടപ്രകാരം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന് നിലവിൽ തടസ്സമില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.